സോ ഇന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ നോക്കിയത്? സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ പഠിച്ചു, പിന്നെ സ്ട്രക്ചർ ഓഫ് സിനാപ്സ്, അതിന്റെ ഫങ്ഷൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റം. ഓക്കെ, സോ ദ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്, നെയിംലി സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സോ നമ്മുടെ ബോഡിയിലുള്ള നെർവസ് സിസ്റ്റം മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഈ സെൻട്രൽ the central nervous system contain mainly two parts, brain and spinal cord. So central nervous systemത്തിന്റെ major two parts ആണ് brain and spinal cord. So with the help of this brain and spinal cord, all the actions takes place in our body. നമ്മളെ ബോഡിയിലുള്ള എല്ലാ ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഭാഗമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സോ അതിന്റെ മേജർ ടു പാർട്സ് ആണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പിന്നെ ഉള്ളത് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ക്രാനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. സോ ഇതില് as you can see in this picture, the cranial nerves contains of 12 pairs. ഇതിൽ 12 pairs cranial nerves ഉള്ളത്, 31 pairs of the spinal nerves. Okay, so ഒന്നും കൂടി പറയാം. This nervous system is mainly consist of two parts, central nervous system and a peripheral nervous system. Central nervous system major two parts are brain and spinal cord. Then this peripheral nervous system consists of cranial nerves and spinal nerves. Cranial nerves 12 pairs, spinal nerves 31 pairs ഉള്ളത്. പിന്നെ അടുത്തതിൽ തന്നിട്ടുള്ളത് ഒരു ഫ്ലോ ചാർട്ട് ആണ്. ഇത് എന്താണോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അത് ഫില്ലപ്പ് ചെയ്യാനാണ്. നെർവസ് സിസ്റ്റം, ദെൻ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ ഫിൽ ചെയ്യേണ്ടത്? പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ രണ്ട് പാർട്സ്, ബ്രെയിനും സ്പൈനൽ കോഡും. ദെൻ this peripheral nervous system have the spinal nerves and cranial nerves. അത് എത്ര ഉണ്ട് എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രാനിയൽ നെർവ്സ് 12 പെയർസും, ദെൻ സ്പൈനൽ നെർവ്സ് എത്രയാണ്? 31 പെയർസും. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് ബ്രെയിൻ. ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രെയിൻ എങ്ങനെയൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്, അതിന്റെ പ്രൊട്ടക്റ്റീവ് ഫീച്ചേഴ്സ്, പിന്നെ എന്താണ് ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻ, ദെൻ സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ. ഇത്രയാണ് നമ്മൾ ബ്രെയിനിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. സോ ബ്രെയിൻ ഇസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന്റെ സെൻട്രൽ പാർട്ടാണ് എന്ത്? ബ്രെയിൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബൈ ദ സ്കൾ. ബ്രെയിനെ എൻസർക്കിൾ ചെയ്തിട്ടുള്ള പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കൾ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് കവേർഡ് ബൈ ദ മെനിഞ്ചസ്. ഇറ്റ് ഈസ് എ 3-layered membrane, the cerebrospinal fluid. So CSF ന്റെ ഫുൾ ഫോം ആണ് cerebrospinal fluid. It is filled within the inner membranes of meninges and the ventricles of the brain. Okay, അപ്പോൾ സോ നമ്മുടെ ബ്രെയിന് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് ഇൻസൈഡ് ദ സ്കളാണ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ encoded by the meninges. Meninges എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 3-layered membrane ആണ്. ദെൻ in between these three membrane എന്ത് ചെയ്തിട്ടുണ്ട്? cerebrospinal fluid ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ CSFന്റെ ഒക്കെ എന്തൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ് ഓഫ് cerebrospinal fluid ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കി വെക്കാം. നമ്മളിപ്പോ നോക്കുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ, ദെൻ ഇറ്റ് ഈസ് കവേർഡ് ബൈ ദ 3-layered membrane called the meninges and the CSF. It is the cerebrospinal fluid is filled within the 3 layers of the meninges. ഈ മെനിഞ്ചസിന്റെ 3 ലെയേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്തിട്ടുണ്ട്? cerebrospinal fluid ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, now we can move to the next slide. ഇതിൽ നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ മേജർ ഫങ്ഷൻസ് ഓഫ് cerebrospinal fluid, പിന്നെ അത് എവിടുന്ന ഫോം ചെയ്യുന്നുള്ളതാണ്.
the cerebrospinal fluid is formed from the brain and it is reabsorbed into the brain. So ഈ CSF എന്ന് പറയുന്നത് അത് ബ്രെയിനിൽ നിന്ന് തന്നെയാണ് ഫോം ചെയ്യുന്നതും അതേക്ക് തന്നെയാണ് റീഅബ്സോർബ് ചെയ്യുന്നതും. പിന്നെ അതിന്റെ മേജർ ഫങ്ഷൻസ്, ഇറ്റ് വിൽ പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിലെ ടിഷ്യൂസിന് ന്യൂട്രിയൻസും ഓക്സിജനും കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഫങ്ഷൻ. സോ ഫങ്ഷൻസ് ഓഫ് CSF ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതിന്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്താണ്? ഇറ്റ് വിൽ പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് oxygen to the tissues of the brain. Then second function, it will regulate the pressure inside the brain. Brain ഉള്ളത്തെ pressure എന്ത് ചെയ്യാം? റെഗുലേറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇറ്റ് വിൽ പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ദ ഇഞ്ചുറീസ്. അതുപോലെ തന്നെ എല്ലാ ഇഞ്ചുറീസിൽ നിന്നും ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ എന്താ നോക്കിയത്? CSF ആണ് നോക്കിയത്. സോ ദ CSF ഇസ് എ ഫ്ലൂയിഡ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ meningeus layer. Okay, then it is formed and reabsorbed into the blood. പിന്നെ അതിന്റെ മേജർ ഫങ്ഷൻസ് ഫസ്റ്റ് എന്താണ്? ഇറ്റ് വിൽ പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഇറ്റ് വിൽ റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. ബ്രെയിനിലുള്ളത്തെ പ്രഷർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ദ ഇഞ്ചുറീസ്. എല്ലാ ഇഞ്ചുറീസിനും ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് it is the CSF. So brain, it is a central part of the nervous system. അത് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് ഇൻസൈഡ് ദ സ്കള്ളാണ്. ആൻഡ് ഓൾസോ അതിനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ്ങിന്റെ പേരാണ് മെനിഞ്ചസ്. അത് 3 ലെയേഴ്സ് ഉള്ളത്. അതിന്റെ ഈ 3 ലെയേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്? CSF ഉണ്ട്. ഇറ്റ് ഈസ് ദ cerebrospinal fluid. Okay, then it is formed from the blood and reabsorbed into the blood. പിന്നെ അതിന്റെ 3 ഫങ്ഷൻസ്, ഇറ്റ് വിൽ പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ to the tissues of the brain and it would regulate the pressure inside the brain and protect the brain from the injuries. Okay, ഇനി അടുത്തത് നമുക്ക് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അതായത് സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ. അപ്പൊ നമ്മള് ബ്രെയിന് ചോദിച്ചാൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാനുള്ള കാര്യമാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇറ്റ് ഈസ് അബൌട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ബ്രെയിൻ. അടുത്ത നമുക്ക് നോക്കാനുള്ളത് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ ആണ്. അതിന്റെ മേജർ ആയിട്ട് ഇതിനുള്ളത് 5 പാർട്സ് ആണ്. അതിന്റെ 5 പാർട്സും ദെൻ അതിന്റെ ഫങ്ഷൻസും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ അബൌട്ട് ദ functions of the parts of the brain. Okay, അതിൽ ഫസ്റ്റ് പാർട്ട് ആണ് which is the cerebrum. സെറിബ്രത്തിന്റെ നമുക്ക് അതിന്റെ പിക്ചർ സ്പെസിഫൈ ചെയ്യാം. ഈ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറിബ്രം എന്ന് പറയുന്നത്. ബ്രെയിനിന്റെ ഏറ്റവും അപ്പർ മോസ്റ്റ് കാണുന്ന ഭാഗമാണ് സെറിബ്രം. ഓക്കെ, നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോ എന്താ അവിടെ കൊടുത്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. നമ്മൾ ബ്രെയിനിൽ തന്നെ ഉള്ള ലാർജസ്റ്റ് പാർട്ട് പറയുന്ന പേരാണ് സെറിബ്രം. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ഓക്കെ, ആൻഡ് ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ. സോ ഫിഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിള്ളൽ അല്ലെങ്കിൽ കീറൽ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഫോൾഡ്, ഒരുപാട് ഇങ്ങനെ ഫോൾഡ് എന്താ? മടക്ക്. അങ്ങനെയുള്ള ഫിഷേഴ്സും ഫോൾഡേഴ്സ് ഒക്കെ ന്യൂമറസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാണുന്ന ബ്രെയിനത്തെ ലാർജസ്റ്റ് പാർട്ടിനെ പറയുന്ന പേരാണ് സെറിബ്രം. സോ സെറിബ്രം ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾഡ്സ് ക്യാൻ ബി സീൻ ഇൻ ദ സെറിബ്രം. പിന്നെ ദ ഗ്രേ colored outer part of the cerebrum is called cortex and the white colored inner part is called the medulla. So this cerebrum have mainly 2 parts. The inner part is known as the medulla and the outer part is known as the cortex. So here the cortex is gray colored, which means ഇത് ഗ്രേ കളേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ഇതിനെ കുറിച്ച്, മൈലിൻ ഷീത്ത്. സോ സെൽസ് ഓൾറെഡി മൈലിനേറ്റഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ വൈറ്റ് കളർ. ഇഫ് ഇറ്റ് ഈസ് നോൺ മൈലിനേറ്റഡ് സെൽസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഗ്രേ കളേർഡ്. അപ്പോൾ ഇറ്റ് ഈസ് നോൺ ആസ് ദ ഗ്രേ മാറ്റർ. അപ്പോൾ ഇവിടെ ഇൻ ദ കേസ് ഓഫ്
സെറിബ്രം. ഇതിന് എന്തുണ്ട്, ഔട്ടർ കോർട്ടെക്സ് ഉണ്ട് ആൻഡ് ഇന്നർ മെഡുല ഉണ്ട്. ഇതിന്റെ ഔട്ടർ കോർട്ടെക്സ് എന്താണ്, ഇറ്റ് ഈസ് ദ ഗ്രേ മാറ്റർ, അല്ലെങ്കിൽ അവിടെ ഉള്ളത് നോൺ മൈലിനേറ്റഡ് സെൽസ് ആയിക്കാരം അതിന്റെ സെറിബ്രത്തിന്റെ പുറത്തുള്ളത്. ദെൻ ഉള്ളിലുള്ള എന്താണ്, ഇറ്റ് ഈസ് വൈറ്റ് കളേർഡ്, വിച്ച് മീൻസ് ഇവിടെ മൈലിനേറ്റഡ് സെൽസ് ആണ് എന്തായിട്ടുള്ളത്, പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സോ ദിസ് സെറിബ്രം ഹാവ് മെയിൻലി അഗെയിൻ ഇറ്റ് ഹാവ് ദ ടു പാർട്സ്, ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല്ല. പിന്നെ ഇതിന്റെ ഫങ്ഷൻസ് നോക്കാം. ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ആൻഡ് ഇറ്റ് വിൽ ഇവോക്ക് സെൻസേഷൻസ്. അതായത് നമ്മുടെ ബോഡിയിൽ നമുക്ക് ഒരു നമ്മളെ എൻവയോൺമെന്റ് നമുക്ക് ഒരുപാട് സെൻസേഷൻസ് കിട്ടുന്നുണ്ട്, അതിനുള്ള റെസ്പോൺസ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസ് ഒക്കെ ഇവോക്ക് ചെയ്യുന്ന, അതൊക്കെ ഫോം ചെയ്യുന്നത് ഫ്രം ദ സെറിബ്രം. ഓക്കെ, ദെൻ ഇറ്റ് വിൽ കൺട്രോൾസ് ദ വോളണ്ടറി മൂവ്മെന്റ്സ്. വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മളെ അണ്ടർ കൺട്രോൾ, അതായത് നമ്മൾ വിചാരിച്ചിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ അങ്ങനത്തെ മൂവ്മെന്റ്സ് ആണ് നമ്മൾ എന്താ പറയാ, വോളണ്ടറി മൂവ്മെന്റ്സ്. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വാക്ക് ചെയ്യുക അല്ലെങ്കിൽ റൺ ചെയ്യുക, ജമ്പ് ചെയ്യുക, അതൊക്കെ നമ്മളെ അണ്ടർ ദ കൺട്രോളാണ്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയാൽ വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വോളണ്ടറി മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്ന പാർട്ടാണ് ഇത് സെറിബ്രം. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. അപ്പൊ നമ്മളിപ്പോ നോക്കിയത് ബ്രെയിനിന്റെ ഫസ്റ്റ് പാർട്ടാണ്, ഇറ്റ് ഈസ് ദ സെറിബ്രം. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഇതില് ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഔട്ടർ പാർട്ട് ഇസ് നോൺ ആസ് ദ കോർട്ടെക്സ്. അവിടെ ഗ്രേ കളർഡ് ആണ്, കാരണം അവിടെ എന്താണ്, നോൺ മൈലിനേറ്റഡ് സെൽസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ ആൻഡ് ഇറ്റ് ഹാവ് ദ ഇന്നർ മെഡുല്ല, അവിടെ ഉള്ളത് വൈറ്റ് കളേർഡ് സെൽസ് ആണ്. ഇറ്റ് ഈസ് ബിക്കോസ് അവിടെ ഉള്ളത് മൈലിനേറ്റഡ് സെൽസ് ആണ്. പിന്നെ ഇതിന്റെ ഫങ്ഷൻസ് ചോദിച്ചാല് സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ, ആൻഡ് ഇറ്റ് വിൽ ഇവോക്ക് സെൻസേഷൻസ് ആൻഡ് ഇറ്റ് വിൽ കൺട്രോൾ ദ വോളണ്ടറി മൂവ്മെന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം, വിച്ച് ഇസ് ദ സെറിബെല്ലം. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. നമ്മുടെ ബ്രെയിനത്തെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിനെ പറയുന്ന പേരാണ് സെറിബെല്ലം. ഇറ്റ് ക്യാൻ ബി സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ആസ് ടു ഫ്ലാപ്സ്. അപ്പൊ എന്താണ്, ഈ സെറിബ്രത്തിന്റെ ബാക്കില് ടു ഫ്ലാപ്സ് ആയിട്ട് കാണുന്ന ഭാഗമാണ് സെറിബെല്ലം. സോ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി ബ്രെയിൻ which can be seen behind the cerebrum as two flaps. Okay, then fissures and grooves are present. So as like the cerebrum, cerebellum also contain the what fissures and grooves. ഇതിലും എന്താ, ഈ സെറിബെല്ലത്തിലും പ്രസന്റ് ആണ്. Then it will control the muscular activities and maintain equilibrium of the body. So the major function of the cerebellum എന്താണ്, it will control and coordinate the muscular activities and it will maintain equilibrium of the body. അപ്പൊ നമ്മുടെ ബ്രെയിനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് ഇത് സെറിബെല്ലം. കാരണം നമ്മുടെ ബോഡിത്തെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ബൈ ദ cerebellum, and also it will control and coordinate all the muscular activities in the body. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മസ്കുലർ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നതും ഇറ്റ് ഈസ് ബൈ ദ cerebellum. Okay, and it will maintain the equilibrium of the body. Okay, and then അടുത്ത് നമുക്ക് നോക്കാനുള്ളത് which is the medulla oblongata. അടുത്ത ഭാഗമാണ് medulla oblongata. It is the rod-shaped medulla oblongata is seen below the cerebrum. സെറിബ്രത്തിന്റെ താഴെയായിട്ട് കാണുന്ന റോഡ് ഷേപ്ഡ് പാർട്ടാണ് ഇത് medulla oblongata and near the cerebellum. So സെറിബ്രത്തിന് താഴെയും സെറിബെല്ലത്തിന് അടുത്തായിട്ടും കാണുന്ന ബ്രെയിനിന്റെ പാർട്ടാണ് medulla oblongata. So it is the rod-shaped part which can be seen below the cerebrum and near the cerebellum. സെറിബെല്ലത്തിന് അടുത്തും then സെറിബ്രത്തിന്റെ താഴെയും കാണുന്ന ബ്രെയിനിന്റെ ഭാഗമാണ് ഇത് medulla oblongata. And it will control involuntary
ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ്. സോ നമ്മുടെ ബോഡിയിലുള്ള ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന ഭാഗമാണ് മിഡിൽ ഓബ്ലാങ്കേറ്റ. ഇറ്റ് വിൽ കൺട്രോൾ ദ ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇൻ ദ കേസ് ഓഫ് സെറിബ്രം അത് നമ്മുടെ ബോഡിയിലുള്ള വോളണ്ടറി മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്ന ഭാഗമായിരുന്നു. ബട്ട് ഹിയർ ഇൻ ദ മിഡിൽ ഓബ്ലാങ്കേറ്റ ഇറ്റ് വിൽ കൺട്രോൾ ദ ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ്. സോ നമ്മൾ ഹാർട്ട് ബീറ്റും ബ്രീത്തിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് മിഡിൽ ഓബ്ലാങ്കേറ്റ. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഓക്കെ. ദെൻ അടുത്ത ഭാഗമാണ് ദാറ്റ് ഈസ് ദ തലാമസ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിന് താഴെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഭാഗമാണ് തലാമസ്. ആൻഡ് ഇറ്റ് ഈസ് ആക്ട് ആസ് ദ റിലേസേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. അതായത് സെറിബ്രം ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇറ്റ് ഈസ് എ സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഓൾ ദ ഇമാജിനേഷൻ ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ഇവോക്ക് ദ സെൻസേഷൻസ്. അപ്പോ ഈ സെറിബ്രത്തിക്ക് വരുന്ന എല്ലാ ഇമ്പൾസസിനെയും എന്ത് ചെയ്യണോ, അതിക്ക് കടത്തി വിടണോ എന്ന് തീരുമാനിക്കുന്ന ഭാഗമാണ് തലാമസ്. അതുകൊണ്ട് അതിനെ റിലീസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആക്ട് ആസ് ദ റിലീസേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ cerebrum and it will analyzes impulses from various part of the body and sends the important one to the cerebrum. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഡിഫറെന്റ് പാർട്ടിൽ നിന്ന് വരുന്ന ഇമ്പൾസസിനെ അനലൈസ് ചെയ്ത് ഇമ്പോർട്ടന്റ് വൺസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ സെറിബ്രത്തിലേക്ക് വിടുന്നുള്ളൂ. അപ്പൊ അത് കൺട്രോള് ചെയ്യുന്ന ബ്രെയിനിന്റെ ഭാഗമാണ് തലാമസ്. Then next is the hypothalamus. It is situated below the thalamus. അപ്പൊ നമ്മുടെ തലാമസിന്റെ താഴെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഇറ്റ് വിൽ പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റെനൻസ് ഓഫ് ഹീമോസ്റ്റാസിസ്. സോ നമ്മുടെ ബോഡിയിലെ ഹീമോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഓക്കെ, so far we have been studied about the 5 parts of the brain, then അതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അതിലത്തെ മേജർ പാർട്സ് ആണ് സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ് ആൻഡ് തലാമസ്. ഓക്കെ, ഇത്ര ഉള്ളതിൽ ഉള്ളത്. നൗ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഇതിന്റെ ഈ ബ്രെയിൻ നമ്മൾ ശരിക്ക് ഡ്രോ ചെയ്ത് തന്നെ പഠിക്കണം. ഇതിലത്തെ ഓരോ പാർട്സ് എന്താണ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒന്നും കൂടി ഹിസ്റ്റോറിക്കലായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. സോ ഈ ഭാഗത്തിനാണ് നമ്മൾ സെറിബ്രം എന്ന് പറയുന്നത്. ദെൻ ദിസ് ഇസ് ദ cerebellum, then next is the medulla oblongata. 1 minute. Okay, ഇവിടെ കാണുന്ന ഈ റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ ഇല്ലേ, ഇറ്റ് ഈസ് നോൺ ആസ് ദ മെഡുല ഒബ്ലാങ്കേറ്റ. ദെൻ ബിലോ ദ സെറിബ്രം കാണുന്ന ഭാഗമാണ് തലാമസ്. ഓക്കെ, ദിസ് ഇസ് ദ തലാമസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദെൻ തലാമസിന്റെ താഴെ കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നോക്കിയത് ബ്രെയിൻ്റെ സ്ട്രക്ചറും അതിന്റെ ഫങ്ഷണാലിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പൈനൽ കോഡ് ആണ്. ഇറ്റ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് മെഡുല ഒബ്ലാങ്കേറ്റ. അപ്പൊ നമ്മൾ ഇൻ ദ കേസ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം, ദ സെൻട്രൽ നെർവസ് സിസ്റ്റം കണ്ടെയ്ൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ മേജർ 2 പാർട്സ് ആയിരുന്നു ഇത്, ബ്രെയിനും സ്പൈനൽ കോഡും. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ബ്രെയിനിന് അതിന്റെ ഫങ്ഷൻസ് ഓൾറെഡി നോക്കി, അതിന്റെ സ്ട്രക്ചർ നോക്കി. ദെൻ അടുത്താണ് സ്പൈനൽ കോഡ്. ഇറ്റ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റിന്റെ കണ്ടിന്യൂഷൻ പറയുന്നത് കണ്ടിന്യൂഷൻ ആണ് ഇത് സ്പൈനൽ കോഡ്. ഇറ്റ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് മെഡുല ഒബ്ലാങ്കേറ്റ. ദെൻ ഇറ്റ് ഈസ്
it is protected inside the vertebral column. So നമ്മുടെ vertebral columnത്തിന്റെ ഉള്ളിലാണ് സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇൻ ദ കേസ് ഓഫ് ബ്രെയിൻ, ഇപ്പൊ നമ്മൾ ഓൾറെഡി ബ്രെയിൻ പഠിച്ചപ്പോൾ കണ്ടു എന്താണ്, ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. അതേപോലെ ദ സ്പൈനൽ കോഡ് ഈസ് protected inside the vertebral column. Okay, then like the brain, the spinal cord is also encoded by the meninges. Then ഈ ബ്രെയിനെ എൻകവേർഡ് ചെയ്തിട്ടുള്ള ഒരു 3-layered മെംബ്രെയിൻ ആയിരുന്നു മെനിഞ്ചസ്. അതേപോലെ തന്നെ ഹിയർ ദ സ്പൈനൽ കോഡ് ഈസ് ആൾസോ എൻകവേർഡ് ബൈ ദ 3-layered membrane known as the meninges. The central canal seen in the center of the spinal cord. Then ഈ സ്പൈനൽ കോഡിന്റെ സെന്ററിൽ നമുക്ക് കാണുന്ന ഭാഗമാണ് it is the central canal. So central canal is the portion which can be seen at the center of the spinal cord. So the central canal can be seen at the center of the spinal cord, which is filled with the cerebrospinal fluid. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ് സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ നോക്കുന്നത്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം ആൻഡ് ഓൾസോ ലൈക്ക് ദ ബ്രെയിൻ ദ സ്പൈനൽ കോഡ് ഈസ് എൻകവേർഡ് ബൈ ദ 3-layered മെംബ്രെയിൻ നോൺ ആസ് ദ മെനിഞ്ചസ്. ദെൻ ഇതിന്റെ സെൻട്രലിൽ എന്തുണ്ട്, സെൻട്രൽ കനാൽ പ്രസന്റ് ആണ്. The central canal can be seen at the center of the spinal cord, and this central canal is filled with the CSF. It is the cerebrospinal fluid. Okay. Then in the spinal cord, white matter is seen outside. അപ്പോൾ പിന്നെ in the case of brain അതിന്റെ പുറത്ത് എന്തായിരുന്നു, ഗ്രേ മാറ്ററും ഇൻസൈഡ് white matter ആണ്. But it is just reverse in the case of spinal cord. In the case of spinal cord, white matter can be seen outside. ഇവിടെ നമുക്ക് white matter കാണുന്നത് ഔട്ട്സൈഡ്, ഗ്രേ മാറ്റർ ആണ് ഇൻസൈഡ് കാണുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ പിക്ചർ. എല്ലാവരും പിക്ചർ ശ്രദ്ധിച്ച് നോക്കുക. അതായത് ഇതിന്റെ സെൻട്രലായിട്ട് എന്ത് കാണുന്നുണ്ട്, ഈ സ്പൈനൽ കോഡിന്റെ സെൻട്രൽ പോർഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. ദെൻ ദ സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളത്തിലാണ് സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എൻകവേർഡ് ബൈ ദ 3-layered membrane known as the meninges. Okay, and also in between the meninges it is filled with the CSF. ഇതിന്റെ in between എന്താണ്, CSF, which is the cerebrospinal fluid എന്ത് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് in between the meninges. Okay, then ബ്രെയിനിലെയും സ്പൈനൽ കോഡ് ഡിഫറൻസ് പറഞ്ഞാൽ ഇൻ ദ ബ്രെയിൻ അതിന്റെ ഔട്ട്സൈഡ് ആണ് എന്തുള്ളത്, ഗ്രേ മാറ്റർ, ഇൻസൈഡ് വൈറ്റ് മാറ്റർ. ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് റിവേഴ്സ് ഇൻ ദ കേസ് ഓഫ് ദ സ്പൈനൽ കോഡ്. ഇതിന്റെ ഇൻസൈഡ് ആണ് എന്തുള്ളത്, ഗ്രേ മാറ്റർ. This gray matter is filled within the central canal. ഈ സെൻട്രൽ കനാലിന്റെ ആണ്, സെൻട്രൽ കനാൽ ഉള്ള പോർഷൻ ആണ് ഏത് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഗ്രേ മാറ്റർ. ദെൻ ഇതിന്റെ ഔട്ട്സൈഡ് ആണ് എന്തുള്ളത്, വൈറ്റ് മാറ്റർ. ഓക്കെ, ദെൻ there are 31 pairs of spinal nerves which is formed from the spinal cord. ഈ സ്പൈനൽ കോഡിന് 31 pairs of spinal nerves ഫോം ചെയ്യുന്നുണ്ട്. സോ എ സ്പൈനൽ നെർവ് is formed of dorsal root and ventral root. A dorsal root and ventral root is joined to form the spinal nerve. ഓരോ സ്പൈനൽ നെർവും ഫോം ചെയ്യുന്നത് ഒരു ഡോസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും കമ്പൈൻ ചെയ്തിട്ടാണ്. സെൻസറി ഇമ്പൾസസ് റീച്ച് സ്പൈനൽ കോഡ് ത്രൂ ദ ഡോസൽ റൂട്ട്. അതായത് സെൻസറി ഇമ്പൾസ് എന്താണ്, മോട്ടോർ ഇമ്പൾസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കി. അതായത് സെൻസറി ഇമ്പൾസ് എന്താണ്, നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഇമ്പൾസസ്, അതായത് ഡിഫറെന്റ് പാർട്സിലേക്ക് വരുന്ന ഇമ്പൾസസ് നമ്മൾ എന്താ പറയുന്നത്, സെൻസറി ഇമ്പൾസസ്. ദെൻ അതിനുള്ള എന്താണ് റെസ്പോൺസ്, അതിനാണ് നമ്മൾ മോട്ടോർ ഇമ്പൾസസ് പറയുന്നത്. സോ ഈ സെൻസറി ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നതാണ് ഡോർസൽ റൂട്ട്. ദെൻ മോട്ടോർ ഇമ്പൾസിനെ ക്യാരി ചെയ്യുന്നത് വെൻട്രൽ റൂട്ട്. സോ ഈ ഓരോ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ജോയിൻ ചെയ്തിട്ടാണ് ഈ സ്പൈനൽ നെർവ് ഫോം ചെയ്യുന്നത്. സോ ഫ്രം ദ സ്പൈനൽ കോഡ് 31 pairs of spinal nerves arise ചെയ്യുന്നുണ്ട്. Each spinal nerve is formed of the dorsal root and ventral root. Sensory impulses will reach the spinal cord through the dorsal root and the motor impulses will go out from the spinal cord. Then ഈ സ്പൈനൽ കോഡിൽ നിന്ന് അതിന് റെസ്പോൺസ് ആയിട്ടുള്ള മോട്ടോർ ഇമ്പൾസസ്
പോകുന്നത് ത്രൂ ദ വെൻട്രൽ റൂട്ട്. ദെൻ ഇമ്പൾസസ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ദ ബ്രെയിൻ ത്രൂ ദ സ്പൈനൽ കോഡ്. ദെൻ ബ്രെയിനിൽ നിന്നുള്ള ഡിഫറെന്റ് ഇമ്പൾസസ് ഇമ്പൾസസ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി, നമ്മുടെ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള ഇമ്പൾസസ് ആദ്യം പാസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ത്രൂ ദ സ്പൈനൽ കോഡ്. ഓക്കെ, സോ ദ ഇമ്പൾസസ് ഫ്രം ഡിഫറെന്റ് part of the body are transmitted to the brain through the spinal cord. It is also coordinate the repeated movements like walking and running. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ആയിട്ടുള്ള വാക്കിംഗ് റണ്ണിങ് ഒക്കെ എന്ത് ചെയ്യുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നതും ഇറ്റ് ഈസ് ബൈ ദ സ്പൈനൽ കോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിയത് ഫസ്റ്റ് എന്താണ്, ഇറ്റ് ഈസ് അബൌട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ സ്പൈനൽ കോഡ്. ഇറ്റ് ഈസ് protected inside the vertebral column, and also like the brain, it is also enclosed by the three layer membrane known as the meninges, and in between these three layers it is also filled with the CSF. Then നമ്മൾ നോക്കിയത് about the formation of spinal nerves ആണ്. So the spinal nerves 31 pairs of spinal nerves ആണ് നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് 31 pairs of spinal nerves arise ചെയ്യുന്നുണ്ട്. And each spinal nerve contain a dorsal root and a ventral root. So the dorsal root is the root which will it will carries the sensory impulses to the spinal cord. അതായത് ഡിഫറെന്റ് ബോഡി പാർട്സിൽ നിന്ന് സെൻസറി ഇമ്പൾസസ് സ്പൈനൽ നെർവിലെ സ്പൈനൽ കോഡിലേക്ക് ക്യാരി ചെയ്യുന്നത് ഇറ്റ് ഈസ് ബൈ ദ ഡോർസൽ റൂട്ട്. ദെൻ സ്പൈനൽ കോഡിൽ നിന്ന് മോട്ടോർ ഇമ്പൾസസ് ക്യാരി ചെയ്യുന്ന ഭാഗമാണ് ഏത്, വെൻട്രൽ റൂട്ട്. ഓക്കെ, ദെൻ ഈ സ്പൈനൽ കോഡിന്റെ ദെൻ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഡിഫറെന്റ് ഇമ്പൾസസ്, ബ്രെയിനിലേക്ക് ഒരുപാട് ഇമ്പൾസസ് നമ്മുടെ ബോഡി പാർട്സ് പോകുന്നുണ്ട്. ആ എല്ലാ ഇമ്പൾസസും ഫസ്റ്റ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ സ്പൈനൽ കോഡ്. ഓക്കെ, ഇറ്റ് ആൾസോ coordinated the repeated movements during walking and running. So the spinal cord will coordinate the repeated movements during walking, running, etc. Okay, now we can move to next slide. അപ്പൊ നമ്മളിപ്പോ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് എന്തൊക്കെയാണ്, സ്ട്രക്ചർ ഓഫ് ബ്രെയിനും സ്ട്രക്ചർ ഓഫ് സ്പൈനൽ കോഡും പിന്നെ അതിന്റെ ഫങ്ഷൻസും ആണ്. ഡയഗ്രാം, രണ്ടിന്റെ ഡയഗ്രാം വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. എല്ലാവരും ഇത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ദാറ്റ് ഈസ് ദ റിഫ്ലെക്സ് ആക്ഷൻ. എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ? ദെൻ റിഫ്ലെക്സ് ആർക്ക്, റിഫ്ലെക്സ് ആർക്കാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇവിടെ നമുക്ക് we can see a picture. Okay, ഈ പിക്ചറിൽ എന്താ കൊടുത്തിട്ടുള്ളത്, ഒരു കുട്ടി ഒരു മുള്ള് ചവിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും, സഡൻലി കാലെന്ത് ചെയ്യാണ്, ആ മുള്ളിൽ നിന്ന് വലിക്കാണ്. അങ്ങനെയുള്ള സഡൻ ആൻഡ് ആക്സിഡന്റൽ ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവേർഡ്സ് ദ സ്റ്റിമുല ഈസ് നോൺ ആസ് ദ റിഫ്ലെക്സ് ആക്ഷൻ. സോ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ് ടുവേർഡ്സ് ദ സ്റ്റിമുല. അതായത് എന്തേലും ഒരു സ്റ്റിമുലയ്ക്ക് ഇൻവോളണ്ടറി ആയിട്ടോ അല്ലെങ്കിൽ ആക്സിഡന്റൽ ആയിട്ടോ, ഇൻവോളണ്ടറി മീൻസ് നമ്മളെ കൺട്രോൾ അല്ലാതെ ഒരു റെസ്പോൺസ് കൊടുക്കുക. അങ്ങനെയുള്ള സഡൻ ആൻഡ് ആക്സിഡന്റൽ ആയിട്ടുള്ള ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവാർഡ്സ് ദ സ്റ്റിമുലൈ ഈസ് നോൺ ആസ് ദ റിഫ്ലെക്സ് ആക്ഷൻ. സോ എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ? ദ ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവാർഡ്സ് ദ സ്റ്റിമുലൈ ഈസ് നോൺ ആസ് ദ റിഫ്ലെക്സ് ആക്ഷൻ. അതായത് നമ്മളൊരു ഓക്കെ, ഇവിടെ ഈ പിക്ചറിൽ കണ്ട പോലെ തന്നെ ഒരു മുള്ളു കുത്ത വിചാരിച്ചാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വേഗം കാല് റിമൂവ് ചെയ്യും. അതൊരു ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദ റിഫ്ലെക്സ് ആക്ഷൻ. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു എന്താ പറയാ, നമ്മള് എന്തേലും ഒരു ബേണിങ്, ഒരു ക്യാൻഡിൽ നിന്ന് നമുക്കൊരു ബേണിങ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേഗം കൈ റിമൂവ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ എക്സാമ്പിൾ ഫോർ ദ റിഫ്ലെക്സ് ആക്ഷൻ. അതായത് നമ്മളെ അണ്ടർ ദ കൺട്രോൾ അല്ലാതെ ഇൻവോളണ്ടറി ആയിട്ട് അതുപോലെ തന്നെ ആക്സിഡന്റൽ ആയിട്ടും നമ്മൾ ഒരു സ്റ്റിമുലയ്ക്ക് റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ സച്ച് ആക്ഷൻസ് ആർ നോൺ ആസ് ദ
reflex actions. So the accidental and involuntary responses towards the stimuli are known as the reflex actions. പിന്നെ ഇതിന്റെ പാത്വേ ഒരു ഈ റിഫ്ലക്സ് ആക്ഷന്റെ പാത്വേക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത് റിഫ്ലക്സ് ആർക്ക്. സോ ദ റിഫ്ലക്സ് ആർക്ക് ഈസ് ദ പാത്വേ ഓഫ് ദ റിഫ്ലക്സ് ആക്ഷൻ. അത് നമ്മൾ വരുന്നുണ്ട്. സോ ഇതിന്റെ ഒരു റിഫ്ലക്സ് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്സ് ആർക്കില് ഉള്ളത് 5 പാർട്സ് ആണ്. ആദ്യം നമ്മള് ഫസ്റ്റ് ഇസ് ദ റിസപ്റ്റർ, ദെൻ സെൻസറി ന്യൂറോണ്, ഇന്റർ ന്യൂറോണ്, മോട്ടോർ ന്യൂറോണ് ആൻഡ് റിലേറ്റഡ് മസിൽ. സോ ഇവിടെ ആദ്യം ഓക്കെ, ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സി എ ലാമ്പ്, അല്ലെ ഒരു കാൻഡിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ കാൻഡിലില് എന്തായി, കൈ തട്ടി. അപ്പോൾ അതാണ് ഇവിടുത്തെ സ്റ്റിമുലൈ. അപ്പൊ എന്ത്, നമ്മളെ ഹാൻഡിൽ എന്തുണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ജനറേറ്റ് ദ ഇമ്പൾസസ്. ദെൻ ഇറ്റ് വിൽ ക്യാരീസ് ദ സെൻസറി ഇമ്പൾസസ് ടു ദ സ്പൈനൽ കോഡ് ത്രൂ ദ സെൻസറി ന്യൂറോൺ. പിന്നെ ഈ സെൻസറി ന്യൂറോണിലൂടെയാണ് എന്ത് ഇവിടുത്തെ സെൻസറി ഇമ്പൾസസ് വിൽ ക്യാരി ത്രൂ ദ സെൻസറി ന്യൂറോൺ ടു ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിലേക്ക് ഈ സെൻസറി ഇമ്പൾസസ് ക്യാരി ചെയ്യുന്നത് ഇറ്റ് ഈസ് ത്രൂ ദ സെൻസറി ന്യൂറോൺ. ദെൻ ഇന്റർ ന്യൂറോൺ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ ന്യൂറോൺ ദാറ്റ് കണക്ട് ദ സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോണെയും മോട്ടോർ ന്യൂറോണെയും കണക്ട് ചെയ്യുന്ന ന്യൂറോൺ നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർ ന്യൂറോൺ. ഇറ്റ് വിൽ ജനറേറ്റ് quick responses according to the sensory impulse. So sensory impulse-നെ അക്കോർഡിംഗ് ആയിട്ട് ക്വിക്കായിട്ട് റെസ്പോൺസ് ഫോം ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർ ന്യൂറോൺ. സോ ഇറ്റ് ഈസ് ദ ന്യൂറോൺ ദാറ്റ് കണക്ട് ദ സെൻസറി ന്യൂറോൺ ആൻഡ് ദ മോട്ടോർ ന്യൂറോൺ ആൻഡ് ഇറ്റ് വിൽ ജനറേറ്റ് ക്വിക്ക് റെസ്പോൺസസ് അക്കോർഡിംഗ് ടു ദ സെൻസറി ഇമ്പൾസസ്. ഓക്കെ, ദെൻ അടുത്ത ഭാഗം ദാറ്റ് ഈസ് ദ motor neuron ആണ്. It will carry the information from the spinal cord to the related muscle. അതായത് ഇവിടുത്തെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൈ വലിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ റെസ്പോൺസ്. അപ്പൊ അങ്ങനെ ഈ കൈ വലിക്കണം എന്നുള്ള ആ മെസ്സേജ് എന്ത് ചെയ്യുന്നത്, ആ മെസ്സേജ് റിലേറ്റഡ് മസിൽസിലേക്ക് ക്യാരി ചെയ്യുന്ന ന്യൂറോൺ ആണ് ഏത്, മോട്ടോർ ന്യൂറോൺ. സോ ഇറ്റ് വിൽ carries the information from the spinal cord to the related muscle. Okay, അപ്പോൾ motor neuron is the neuron. It will carries the motor impulses from the spinal cord to the related muscle. Then as a result ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, the related muscle will withdraws the hand by the action of muscles. ഈ മസിൽസിന്റെ ആക്ഷന്റെ റിസൾട്ട് ആയിട്ട് ഹാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, വിത്ഡ്രോ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ റിഫ്ലക്സ് ആക്ഷൻ. അപ്പൊ നമ്മുടെ അണ്ടർ ദ കൺട്രോൾ അല്ലാതെ ആക്സിഡന്റൽ ആയിട്ട് ഇൻവോളണ്ടറി ആയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റിമുലക്ക് റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ such actions are known as the reflex actions. So the accidental and involuntary responses towards the stimuli is known as the reflex action. Then റിഫ്ലക്സ് ആക്ഷന്റെ മേജർ പാർട്സ് ആണ് റിസപ്റ്റർ, സെൻസറി ന്യൂറോണ്, ഇന്റർ ന്യൂറോണ്, മോട്ടോർ ന്യൂറോൺ ആൻഡ് റിലേറ്റഡ് മസിൽസ്. സോ ദ റിസപ്റ്റർ വിൽ ജനറേറ്റ് ദ ഇമ്പൾസസ്. The sensory neuron will carries the impulses to the spinal cord. Then inter neuron is the neuron which will connect the sensory neuron and motor neuron. അപ്പൊ ഈ സെൻസറി ന്യൂറോണെയും മോട്ടോർ ന്യൂറോണെയും കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇത് ഇന്റർ ന്യൂറോൺ. ആൻഡ് it will generate the quick responses according to the sensory impulses. ഈ സെൻസറി ഇമ്പൾസസിന് അക്കോർഡിംഗ് ആയിട്ട് ക്വിക്ക് റെസ്പോൺസസ് ഫോം ചെയ്യുന്നുള്ളതാണ് ഇന്റർ ന്യൂറോന്റെ ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് ഇസ് ദ മോട്ടോർ ന്യൂറോൺ. ഇറ്റ് വിൽ carries the information from the spinal cord to the related muscles. അപ്പോൾ സ്പൈനൽ കോഡിലേക്ക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്നതായിരുന്നു സെൻസറി ന്യൂറോൺ. ദെൻ മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഈ സ്പൈനൽ കോഡിൽ നിന്ന് റിലേറ്റഡ് മസിൽസിലേക്ക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്ന ന്യൂറോൺ ആണ് ഇത് മോട്ടോർ ന്യൂറോൺ. ദെൻ റിലേറ്റഡ് മസിൽ, ഇറ്റ് വിൽ വിത്ഡ്രോസ് ദ ഹാൻഡ് ബൈ ദ ആക്ഷൻ ഓഫ് ദ മസിൽസ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ റിഫ്ലക്സ് ആക്ഷൻ. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു, നമ്മളൊരു മുള്ള കൊണ്ട് എന്ത് ചെയ്യും, കാല് വേഗം അവിടുന്ന് റിമൂവ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, നമ്മളൊരു പൊള്ളിയാൽ നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് വേഗം കൈ റിമൂവ് ചെയ്യും. ദീസ് ഓൾ ആർ ദ എക്സാമ്പിൾസ് ഫോർ ദ
റിഫ്ലെക്സ് ആക്ഷൻ. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ഒരു പട്ടി നമ്മളെ മുന്നിൽ വന്ന ഒന്ന് വേഗം ഓടുക, അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത്. സോ ഇങ്ങനെയുള്ള ആക്സിഡന്റൽ ആയിട്ടും ഇൻവോളണ്ടറി ആയിട്ടും നമ്മൾ ചെയ്യുന്ന, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന റെസ്പോൺസസ് ടുവാർഡ്സ് സച്ച് സ്റ്റിമുലൈ ഈസ് നോൺ ആസ് ദ റിഫ്ലെക്സ് ആക്ഷൻസ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെയാണ് ആ നമ്മൾ എങ്ങനെയാണ് ആ സ്റ്റിമുലക്ക് റെസ്പോൺസ് കൊടുക്കുന്നത് നോക്കിയത്. ഇറ്റ് ഈസ് ബൈ ദ റിഫ്ലെക്സ് ആക്ഷൻ. അതിലുള്ള മേജർ പാർട്സ് 5 ഭാഗം നമ്മൾ എന്തായാലും ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ഫസ്റ്റ് ഇസ് ദ റിസപ്റ്റർ, ദെൻ സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ ആൻഡ് റിലേറ്റഡ് മസിൽസ്. Okay, now we can move to our next slide. ഇതില് ഒന്നുമില്ല, എന്താണ് റിഫ്ലെക്സ് ആർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലെക്സ് ആക്ഷൻ. അപ്പൊ ഈ റിഫ്ലെക്സ് ആക്ഷനിൽ എന്തുണ്ട്, ഇമ്പൾസസ് പാസ് ചെയ്യുന്നുണ്ട്, സെൻസറി ഇമ്പൾസസ്, മോട്ടോർ ഇമ്പൾസസ്. അപ്പൊ ഈ ഇമ്പൾസസ് പാസ് ചെയ്യുന്ന പാത്വേക്ക് നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക്. ഇറ്റ് ഈസ് ദ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലെക്സ് ആക്ഷൻ. സോ ദ റിഫ്ലെക്സ് ആർക്ക് ഈസ് ദ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലെക്സ് ആക്ഷൻ. അപ്പൊ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫില്ല് ചെയ്യാൻ എങ്ങനെ ഫിൽ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് സ്റ്റിമുലസ്, സെക്കൻഡിൽ എന്താ ഉള്ളത്, റിസപ്റ്റർ. ഈ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന സെൽസാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസപ്റ്റർ സെൽസ്. ദെൻ അടുത്തത് ഇവിടെ എന്താ ഉള്ളത്, സെൻസറി ന്യൂറോൺ. ദെൻ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, റിസപ്റ്റേഴ്സ് ഈ സ്റ്റിമുലന്റ് റിസീവ് ചെയ്തു. അപ്പൊ അവിടെ സെൻസറി ഇമ്പൾസ് ഫോം ചെയ്യും. ഈ സെൻസറി ഇമ്പൾസസിനെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നത് ബൈ ദ സ്പൈനൽ ബൈ ദ സെൻസറി ന്യൂറോൺ. അപ്പൊ തേർഡിൽ നമ്മൾ എഴുതേണ്ടത് സെൻസറി ന്യൂറോൺ. അപ്പൊ പിന്നെ അത് എവിടെ എത്തി, സ്പൈനൽ കോഡിലെ ഇന്റർ ന്യൂറോണിലെത്തി. ഇറ്റ് ഈസ് ദ ന്യൂറോൺ വിച്ച് വിൽ കണക്ട് ദ സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോണെയും മോട്ടോർ ന്യൂറോണിനെയും രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇത് ഇന്റർ ന്യൂറോൺ. അതിനടുത്തത് മോട്ടോർ ന്യൂറോൺ. ഇറ്റ് ഈസ് ദ ന്യൂറോൺ വിച്ച് വിൽ ക്യാരീസ് ദ മോട്ടോർ ഇമ്പൾസസ് ഫ്രം ദ സ്പൈനൽ കോഡ് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി. സ്പൈനൽ കോഡിൽ നിന്ന് നമ്മുടെ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് മോട്ടോർ ഇമ്പൾസസ് ക്യാരി ചെയ്യുന്ന ന്യൂറോൺ ആണ് മോട്ടോർ ന്യൂറോൺ. ദെൻ അടുത്തതില് റിലേറ്റഡ് മസിൽസ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ റിഫ്ലെക്സ് ആർക്ക്. ഓക്കെ, പിന്നെ ഇവിടെ തന്നിട്ടുള്ള വേറൊരു, അതായത് 2 ടൈപ്പ് റിഫ്ലെക്സ് ആക്ഷൻസ് ഉണ്ട്. അതായത് സ്പൈനൽ കോഡ് കൺട്രോൾ ചെയ്യുന്നതും ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നതും. സോ mainly the spinal cord act as the center of the reflex action, and such reflexes are known as the spinal reflexes. So the reflex actions which is controlled by the spinal cord is known as the spinal reflexes. അപ്പോൾ ഈ സ്പൈനൽ കോഡ് കൺട്രോൾ ചെയ്യുന്ന റിഫ്ലെക്സ് ആക്ഷൻസിനാണ് നമ്മൾ സ്പൈനൽ റിഫ്ലെക്സസ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിക്ക് പെട്ടെന്നൊരു ലൈറ്റ് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബഗോ ഇൻസെക്റ്റ് ഒക്കെ നമ്മളെ കണ്ണിനെടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് നമ്മൾ വേഗം ബ്ലിങ്ക് ചെയ്യും. ബട്ട് ഇത് കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡ് അല്ല, ഇറ്റ് ഈസ് കൺട്രോൾ ബൈ ദ ബ്രെയിൻ. ഓക്കെ, അങ്ങനെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന റിഫ്ലെക്സ് ആക്ഷൻസിനെ നമ്മൾ എന്താ പറയാ, ഇറ്റ് ഈസ് കോൾഡ് ദ സെറിബ്രൽ റിഫ്ലെക്സ്. cerebral reflex. So the reflex action which is controlled by the brain is called the cerebral reflex. അല്ലെങ്കിൽ and the reflex actions which is controlled by the spinal cord is known as the spinal reflex. Okay, ഇത്രയും കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ. ഫസ്റ്റ് നമ്മൾ നോക്കിയത് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ബ്രെയിന്, അതിന്റെ ഫീച്ചേഴ്സ്. അത് നമ്മൾ നോക്കിയത് നെർവ് സിസ്റ്റം. ദെൻ അതിൽ 2 പാർട്സ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ മേജർ 2 പാർട്സ് ആണ് ബ്രെയിനും സ്പൈനൽ കോഡും. അതിന്റെ സ്ട്രക്ചർ, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് നോക്കി. പിന്നെ നോക്കിയത് അബൌട്ട് ദ റിഫ്ലെക്സ് ആക്ഷൻസ്. ദെൻ ഓക്കെ, ഇത്രയാണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് ആണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. എന്താണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം നോക്കാം. There may be instances in your life when you felt sudden fear or sadness. Okay, അതായത് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യും, സഡൻ ആയിട്ട് ഫിയർ ഉള്ള സിറ്റുവേഷൻസ് വരും. അതായത് സീയിങ് എ സ്നേക്ക് സഡൻലി, നമ്മൾ പെട്ടെന്നൊരു പാമ്പിനെ കാണാൻ, അല്ലെങ്കിൽ പെട്ടെന്നൊരു പട്ടിയെ, അങ്ങനെയുള്ള എന്തിനൊക്കെ കാണാൻ, അങ്ങനെയുള്ള ഫിയർഫുൾ എക്സ്പീരിയൻസ് നമ്മളെ ലൈഫിൽ ഉണ്ടാക്കും. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. സോ ദ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ഇസ് നെർവസ് സിസ്റ്റം വിച്ച് controls the എന്താണ് ആക്സിഡന്റൽ
actions in our life. Okay. What are the changes that takes place in the body during such situations? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അയ്യത്തെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ഡയലേറ്റ് ചെയ്യും. ദെൻ സലൈവന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? ഡീക്രീസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, now we can move to next slide. അപ്പൊ എന്താണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം നോക്കാം. സിമ്പത്തറ്റിക് സിസ്റ്റം. ഓക്കെ, activities that takes place beyond the conscious level and which is controlled by the autonomous nervous. അതായത് നമ്മുടെ കോൺഷ്യസ് ലെവലിലല്ലാത്ത ആക്ടിവിറ്റീസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. സോ ഇറ്റ് ഈസ് ദ നെർവസ് സിസ്റ്റം വിച്ച് വിൽ കൺട്രോൾസ് ദ ആക്ഷൻസ് വിച്ച് ഇസ് ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ. നമ്മുടെ കോൺഷ്യസ് ലെവലിനെ ബിയോണ്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തിനാണ് നമ്മൾ എന്താ പറയുക? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ആൻഡ് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. സോ നമ്മുടെ നെർവസ് സിസ്റ്റം മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സോ ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ വൺ ഓഫ് ദ പാർട്ടാണ് ഇത് autonomous nervous system. Okay, then this autonomous nervous system is again subdivided into two, sympathetic system and parasympathetic system. ഇനി സിമ്പത്തറ്റിക് സിസ്റ്റത്തിലും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലും നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പിക്ചറിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ നോക്കിയത്? സോ ദ nervous system is mainly subdivided into two parts, central nervous system and peripheral nervous system. Then this peripheral nervous system contains the autonomous nervous system. ഈ autonomous nervous systemത്തിൽ ഉള്ളതാണ് ഇത് സിമ്പത്തറ്റിക് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നതും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ സംഭവിക്കുന്ന ഡിഫറെന്റ് ചേഞ്ചസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇൻ ദ സിമ്പത്തറ്റിക് സിസ്റ്റം ദ പ്യൂപ്പിൾ ഇൻ ദ ഐ ഡയലേറ്റ്. നമ്മൾ ഐത്തെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ഡയലേറ്റ് ചെയ്യും. അതേസമയം പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ എന്താണ്? ദ പ്യൂപ്പിൾ ഇൻ ദ ഐ കൺട്രാക്ട്സ്. ഓക്കെ, ദെൻ ഇൻ ദ സിമ്പത്തറ്റിക് സിസ്റ്റം പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്. അതായത് സലൈവന്റെ ഫോർമേഷൻ എന്ത് ചെയ്യാണ്? കുറയാണ്. ബട്ട് ഇൻ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം സലൈവന്റെ ഫോർമേഷൻ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അടുത്തത് ട്രക്കിയ എക്സ്പാൻഡ് ചെയ്യും. ഇൻ ദ സിമ്പത്തറ്റിക് സിസ്റ്റം ട്രക്കിയ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ട്രക്കിയ കൺട്രാക്ട്സ്. ദെൻ അടുത്തത് ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും? സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഇൻക്രീസ് ചെയ്യും. പാരാസിമ്പത്തറ്റിക് സ്ലോ ഡൗൺ ഇൻ ദ സിമ്പത്തറ്റിക് സിസ്റ്റം. സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ എന്താണ്? ഗാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ബിക്കം നോർമൽ ഇൻ ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഈ സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാല് അത് ഈ ആക്സിഡന്റൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് സിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ബോഡിയിൽ എന്ത് വേണം? ഒരുപാട് ഗ്ലൂക്കോസ് വേണം. സോ അതുകൊണ്ടാണ് ഇൻ ദ സിമ്പത്തറ്റിക് സിസ്റ്റം ദ ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ ഗ്ലൂക്കോസ്. സോ ഇൻ ദ സിമ്പത്തറ്റിക് സിസ്റ്റം ദ ഗ്ലൈക്കോജൻ would be converted into the glucose and in the parasympathetic system എന്ത് സംഭവിക്കുന്നുണ്ട്? ദിസ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ട് ടു ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസ് അഗൈൻ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റെസ്റ്റൈൻ വിൽ സ്ലോ ഡൗൺ ഇൻ ദ സിമ്പത്തറ്റിക് സിസ്റ്റം. ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാല് വേവ് ലൈക്ക് മൂവ്മെന്റ്. അതായത് നമ്മളെ ഇൻറ്റെസ്റ്റൈനിൽ ഫുഡൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന മൂവ്മെന്റ് ആണ് വിച്ച് ഇസ് ദ വേവ് ലൈക്ക് മൂവ്മെന്റ്. അതൊക്കെ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ് അപ്പൊ പോകുന്നത്. ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് നമ്മൾ എന്താ പറയുന്നത്? പെരിസ്റ്റാൾസ് എന്ന് പറയുന്നത്. സോ ദ പെരിസ്റ്റാൾസ് ഇൻ ദ ഇൻറ്റെസ്റ്റൈൻ വിൽ സ്ലോ ഡൗൺ. ഇൻ ദ സിമ്പത്തറ്റിക് സിസ്റ്റം ദ പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റെസ്റ്റൈൻ വിൽ സ്ലോ ഡൗൺ. Then but in the parasympathetic system എന്താണ്? the peristalsis in the intestine will become normal. Okay, പിന്നെ അടുത്തതാണ്
പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഇൻക്രീസസ്. സിമ്പതറ്റിക് സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ വിൽ ഡിക്രീസസ്. ദെൻ ഇൻ ദ സിമ്പത്തറ്റിക് സിസ്റ്റം യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബിക്കം ഇൻ ദ നോർമൽ സ്റ്റേറ്റ്. But in the parasympathetic system, it will contract. The urinary bladder will contract in the parasympathetic system and it will become normal in the sympathetic system. ഓക്കെ, അപ്പൊ നമ്മള് സിമ്പതറ്റിക് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്. സോ ദിസ് നമ്മളിപ്പോ നോക്കിയിട്ടുള്ളത് അബൌട്ട് ദ ഓട്ടോണമസ് സിസ്റ്റം. നമ്മുടെ ബോഡിയിലെ ആക്സിഡന്റ് അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് ലെവലില് അല്ലാത്ത ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നതാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. സോ ഇറ്റ് വിൽ കൺട്രോൾസ് ദ activities which is beyond our conscious level. Okay, and this autonomous nervous system is the part of the peripheral nervous system. This autonomous nervous system is again subdivided into two parts: sympathetic system and parasympathetic system. Then ഈ sympathetic സിസ്റ്റത്തിലും പാരാസിമ്പറ്റിക് സിസ്റ്റത്തിലും എന്തൊക്കെയാണ് നമ്മുടെ ബോഡി ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമ്മൾ പിന്നെ നോക്കിയിട്ടുള്ളത്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്, പിന്നെ ഇവിടെ ഒരു എന്ത് തന്നിട്ടുണ്ട്? ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ, ഐ മീൻ ഈ സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നതാണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് പ്യൂപ്പിൾ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് വിൽ ഡയലേറ്റ്. മറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് വിൽ ബിക്കം നോർമൽ. ദെൻ ഇൻ ദ കേസ് ഓഫ് സലൈവിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എവിടെ? സിമ്പത്തറ്റിക്കില് ഇറ്റ് വിൽ ഇൻക്രീസസ് ഇൻ ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ട്രിക്കിയ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ്, ഇവിടെ കൺട്രാക്ട്. ദെൻ ഹാർട്ട് ബീറ്റ് കൂടും, മറ്റൊരു കുറയും. ഇൻ ദ സ്റ്റൊമക്ക് gastric activities will become slow down in the sympathetic system, but in parasympathetic system it will become normal. Then ഹോർമോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റോട്ട് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ ഇൻ ദ കേസ് ഓഫ് യൂറിനറി ബ്ലഡ് ഇറ്റ് വിൽ ബിക്കം നോർമൽ ഇൻ സിമ്പത്തറ്റിക് സിസ്റ്റം. ദെൻ ഇൻ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഇറ്റ് വിൽ ബിക്കം കൺട്രാക്റ്റഡ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന 3 ഡിസീസസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ദ അൾഷിമേഴ്സ്, ദെൻ പാർക്കിൻസൺസ് ആൻഡ് എപ്പിലെപ്സി. സോ നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ദ ഡിസോർഡേഴ്സ് ഓഫ് നെർവസ് സിസ്റ്റം. നമ്മളെ നെർവസ് സിസ്റ്റത്തിനെ ഇഫക്ട് ചെയ്യുന്ന 3 ഡിസീസസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ദ അൾഷിമേഴ്സ്. ഇറ്റ് ഈസ് ദ accumulation of an insoluble protein in the neural tissues of the brain. അതായത് നമ്മളെ ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂസിൽ എന്ത് ചെയ്യാം? ഒരു ഇൻസോലബിൾ പ്രോട്ടീന് ഫോം ചെയ്യാം. അതിനാണ് നമ്മൾ അത് ഫോം ചെയ്തിട്ട് അതിങ്ങനെ കുന്നുകൂടാം. അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ, അതായത് ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? അക്യുമുലേറ്റ് എന്ന് പറയാം. ഓഫ് ആൻ ഇൻസോലബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയ്ഡ്. അതിന്റെ റിസൾട്ട് ആയിട്ട് ന്യൂറോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രോയ് ചെയ്ത് പോകും. പിന്നെ ഇതിന്റെ ഈ അൾഷിമേഴ്സിന്റെ മേജർ സിംറ്റംസ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് മെമ്മറി. നമ്മുടെ മെമ്മറി ലോസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇന്നബിലിറ്റി ടു ഡു റുട്ടീൻ വർക്ക്സ്. നമ്മുടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന റുട്ടീൻ വർക്ക്സ് ഒന്നും ചെയ്യാൻ കഴിയില്ല. അടുത്താണ് വെച്ചാൽ പാർക്കിൻസൺസ്. അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലുള്ള സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് എന്ത് ചെയ്യും? നശിച്ചു പോകുന്നുണ്ട്. ദെൻ ഫോർമേഷൻ ഓഫ് ഡോപ്പമിൻ ആൻഡ് ഇറ്റ് ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. അതായത് ഈ ഡോപ്പമിന്റെ ഫോർമേഷൻ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഗെറ്റ് ഡിക്രീസ്ഡ്. പിന്നെ അതിന്റെ സിംറ്റംസ് പറയുകയാണെങ്കിൽ ലോസ് ഓഫ് ബോഡി ബാലൻസ്, നമുക്ക് ബോഡിത്തെ ബാലൻസ് ലോസ് ചെയ്യും. ദെൻ ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇറഗുലർ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ദെൻ ബോഡി ഷിവർ ചെയ്യും. ദെൻ പ്രൊഫ്യൂസ് സലൈവേഷൻ. നമ്മുടെ വായന്ന് വെറുതെ ഇങ്ങനെ സലൈവ് എന്ത് ചെയ്യും? ഒലിക്കതിനാണ് നമ്മൾ പ്രൊഫ്യൂസ് സലൈവേഷൻ പറയുന്നത്.
The next is the epilepsy. It is the continuous and irregular flow of electric charges in the brain. അതായത് നമ്മുടെ ബ്രെയിനൊക്കെ എന്തുണ്ട് ഒരു കോർഡിനേറ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് വേർഷനിൽ ഇലക്ട്രിക് ചാർജസ് മീൻസ് ഇവിടെ എന്താണ് ഇമ്പൾസസ് പോകുന്നുണ്ട്. പക്ഷെ അതെന്താണ് ഒരു ഇറഗുലർ ഫ്ലോ ആയിട്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെയുള്ള കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത് epilepsy. It is the continuous and irregular flow of electric charges in the brain. പിന്നെ ഇവിടുത്തെ മേജർ സിംറ്റംസ് എന്താണ്? The epilepsy due to continuous muscular contraction will leads to frothy discharge from the mouth. Frothy means പത, നമ്മുടെ വായിൽ നിന്ന് എന്ത് ചെയ്യും പതൊലിക്കുക. Then cleansing of the teeth following which the patients will fall unconscious. ഓക്കെ, അങ്ങനെ എന്താ പല്ലൊക്കെ അങ്ങനെ കൂട്ടി കഴിച്ചിട്ട് അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻ. അതിന്റെ ഭാഗമായിട്ട് the patient will become unconscious. So ഈ മൂന്ന് അസുഖങ്ങൾ എന്താണ് നമ്മളെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ്. ആൻഡ് ദീസ് ത്രീ ആർ വെരി ഡേഞ്ചറസ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയത് അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് ആൻഡ് എപ്പിലെപ്സി. അതിന്റെ ഒക്കെ കോഴ്സും സിംറ്റംസ് നോക്കിയത്. സോ ഒന്നും കൂടി വി ക്യാൻ റിപ്പീറ്റ്. Alzheimer's എന്താണ്? It is the accumulation of an insoluble protein in the neural tissues of the brain. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? Neurons will get destroyed. Symptoms എന്താണ്? Loss of memory, inability to recognize friends and relatives, then inability to do routine works. പിന്നെ അടുത്തത് which is the Parkinson's. അവിടെ എന്താണ്? നമ്മുടെ ബ്രെയിനിലുള്ള സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഡിസ്ട്രോയ് ചെയ്യും. ദെൻ ഡോപ്പമിൻ, ഇറ്റ് ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇത് ഫോം ചെയ്യുന്ന റെഡ്യൂസ് ചെയ്യും. ഇതിന്റെ മേജർ സിംറ്റംസ് ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ്, മസിൽസ് ഒക്കെ ഇറഗുലർലി മൂവ് ചെയ്യാൻ തുടങ്ങും. ദെൻ ബോഡി ഷിവറിങ്, പ്രൊഫ്യൂസ് salivation. Then epilepsy എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? due to continuous muscular contraction, അതിന്റെ ഭാഗമായിട്ട് frothy discharge from the mouth, പത വരാം. Then clenching of the teeth and the patient will become unconscious. ഓക്കെ, സോ ഇന്ന് മേറാറ് നോക്കിയിട്ടുള്ള ഭാഗം ഒന്നും കൂടി വി ക്യാൻ സേ. സോ ഫസ്റ്റ് നമ്മൾ നോക്കിയത് നെർവസ് സിസ്റ്റം, അതിനെ രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കിയത് ബ്രെയിന്, അതിന്റെ മേജർ 5 പാർട്സ്, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അപ്പൊ അതിന്റെ പിക്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാവരും അത് വരച്ചന്നെ പഠിക്കണം. ദെൻ അടുത്തത് സ്പൈനൽ കോഡ്, അതിന്റെ പിക്ചർ, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷന്. ദെൻ എന്താണ് റിഫ്ലക്സ് ആക്ഷന്, അതിന്റെ പാർട്സ്, അതിന്റെ പിക്ചർ ഈസ്, അതിന്റെ പിക്ചർ പറഞ്ഞാൽ മറ്റേ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ റിഫ്ലക്സ് ആർക്കിന്റെ ആ ആർക്കില്ലേ, ഫസ്റ്റ് റിസപ്റ്റർ, സെൻസറി ന്യൂറോണ്, ഇന്റർ ന്യൂറോണ്, മോട്ടോർ ന്യൂറോണ് ആൻഡ് റിലേറ്റഡ് മസിൽ. ഈ പേരെന്തായാലും നമ്മൾ മനസ്സിലാക്കി വെക്കാം. ദെൻ അടുത്തത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, അതിന് 2 ഭാഗമാണ്, സിമ്പത്തറ്റിക് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പോൾ ഈ 2 സിസ്റ്റത്തിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് നോക്കി. ദെൻ അടുത്തത് നമ്മളെ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്ന 3 രോഗങ്ങൾ, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് ആൻഡ് എപ്പിലെപ്സി. സോ ഇറ്റ് ഈസ്, പിന്നെ അതിന്റെ കോഴ്സും സിംറ്റംസും എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചെന്നെ പഠിക്കുക. അതിന് ഈ 3 ഡിസീസസ്, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് ആൻഡ് എപ്പിലെപ്സി, അതിന്റെ കാരണങ്ങളും ദെൻ സിംറ്റംസും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് ക്ലാസ്. അപ്പൊ നമ്മള് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.